സോ യെസ്, അങ്ങനെ L2 എമ്പുരാൻ കണ്ടിരിക്കുകയാണ്. മാൻ, എന്താ സിനിമ! സി എനിക്ക് എനിക്ക് നല്ലപോലെ എൻഗേജിങ് ആയിട്ട് തോന്നി. കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ലൂസിഫറിന്റെ കണ്ടിന്യൂഷനാണ്, എല്ലാവർക്കും അറിയാം. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതിന്റെ ഹൈപ്പ് വെച്ച് ഇത് ഫുള്ള് തുടക്കം മുതൽ അവസാനം വരെ മാസാണെന്ന് കരുതി പോവാതിരിക്കുക. പിന്നെ ഞാൻ പറയുന്നു, ലൂസിഫറിന്റെ കണ്ടിന്യൂഷൻ എംപുരാൻ, ഈ ഈ ഒരു മൈൻഡ് സെറ്റിൽ പോയി കാണുക. അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഹൈപ്പിലും, അതായത് ഭയങ്കര മാസ് ആണെന്ന് പ്രതീക്ഷിച്ച് പോവാതിരിക്കുക. കാരണം അത് ഭയങ്കര ഡിസപ്പോയിന്റ് ആയി പോകും നിങ്ങൾ. കാരണം പൃഥ്വിരാജ് തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ എന്ന് പറയുന്ന ക്യാരക്ടർ വെറും വെറും 40 മിനിറ്റ്, അത് പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെയാണ്, 40 മിനിറ്റ് മോഹൻലാൽ സ്ക്രീനിൽ വരുന്നുണ്ട്. സോ ആ സമയത്ത് കിട്ടേണ്ട ഗൂസ് ബംസ് എല്ലാം അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് കാണാൻ പോവുക. എനിക്ക് നല്ലോണം എൻഗേജിങ് ആയിട്ടാണ് തോന്നിയത് സിനിമ എന്ന് പറയുന്നത്. കാരണം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. കാരണം ലൂസിഫറിന്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു സിനിമ. ആ ഒരു ഒറ്റ മൈൻഡ് സെറ്റിലും, അതേപോലെ ഞാൻ ഒരിക്കലും ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ട് ഒരു സിനിമയും കാണാറില്ല. കണ്ടാൽ നമ്മൾ ഡിസപ്പോയിന്റഡ് ആവും എന്ന് എനിക്കൊരു ഒരു ഒരു ചിന്തയുണ്ട്. അതുകൊണ്ടായിരിക്കും ഇനി എത്ര കൊടൂര ഹൈറ്റിൽ വന്നതാണെങ്കിലും ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കും, ഇങ്ങനെ പോയി കാണാം. അതായത് നോർമൽ ഒരു ഓഡിയൻസ് എങ്ങനെ ഒരു സാധാ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുക, അതുപോലെയാണ് ഞാൻ കാണാൻ പോകുന്നത്. സോ എനിക്ക് ഫിലിം നല്ലപോലെ വർക്കായി. പിന്നെ എടുത്തു പറയേണ്ടത്, എൻ്റെ മോനെ, ഈ സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ല. എന്തോന്നാണ് ഓരോ ഷോർട്സും! എൻ്റെ മോനെ, അതിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട് CGI മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷെ ഉണ്ട്, അതിൽ പറയുന്നുണ്ട് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഈ CGI യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ബാക്കി എല്ലാ സ്ഥലവും റിയലിസ്റ്റിക് ആയിട്ടാണ് എടുത്തേക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഒറിജിനൽ സ്ഥലത്ത് പോയി, അവിടെ പോയി എങ്ങനെയാണോ ആ സ്ഥലം ഉള്ളത് അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്ക്രീനിൽ ഫീൽ ചെയ്യാനും പറ്റും. അത്രയ്ക്ക് അടിപൊളി ഷോട്ട്സുകളാണ് അത്. മേ ബി ഞാൻ കൂടുതലും വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഇതൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഷോർട്സ് ഒക്കെ കണ്ടപ്പോൾ മൈൻഡ് ബ്ലോയിങ് ഷോർട്സ് ആയിരുന്നു. കാരണം പടം തുടങ്ങി കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 10-40 മിനിറ്റോളം എല്ലാം ഫോറിൻ രാജ്യങ്ങളാണ് കാണിക്കുന്നത്. നമ്മൾ തന്നെ വിചാരിക്കുക ഇതൊരു മലയാളം പടമാണോ? ആ രീതിക്കാണ് ഞാൻ ഓരോ ഷോട്ടുകളും എടുത്തു വെച്ചിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് സുജിത് വാസുദേവ്. പെട്ടെന്ന് മറന്നുപോയി, സുജിത് വാസുദേവ്. ഓ മാൻ, ചെയ്യേണ്ട പണി കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ആ വിഷ്വൽസിൽ കാണാനുണ്ട്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഓരോ ഷോർട്സ് കാണുമ്പോഴും. കാരണം റിയൽ ആണ്, ആ സാധനം റിയൽ ആണെന്ന് നമുക്ക് കണ്ണിൽ മനസ്സിലാവും. CGI അല്ല, CGI ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ CGI ഉണ്ട്. പക്ഷെ പല ഷോർട്സും ഒറിജിനൽ തന്നെയാണ്. അതിൽ ഇഷ്ടം പോലെ കാസ്റ്റിംഗ് ഉണ്ട്. പക്ഷെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ നിന്നാൽ ഇതൊരു ഭയങ്കര ലെങ്തി വീഡിയോ ആയി പോകും. ചെയ്യേണ്ട പണി എല്ലാവരും നല്ല പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ആക്ടേഴ്സ് ആയാലും അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചവരായാലും എല്ലാം ഒരു രക്ഷയില്ലാത്ത സാധനം പടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഹിന്ദിക്കാരൻ, അങ്ങനെ പേര് അഭിമന്യു സിംഗ്. എന്റെ പൊന്നുമോനെ, എന്തോന്നാണ് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേ ആ സ്ക്രീൻ അങ്ങ് നിറയും. അമ്മാതിരി ഒരു ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലാലേട്ടൻ ഞാൻ പറഞ്ഞല്ലോ, 40-45 മിനിറ്റ് സ്ക്രീനിൽ വരുന്നുള്ളൂ. വരുന്ന സമയം അത്രയും ഗൂസ് ബംപ് സാധനങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ക്യാമറ ആയാലും ഈ കളർ ടോൺ ആയാലും BGM എടുത്ത് പറയേണ്ട ഒരു സാധനമാണ്. എന്തോന്നറിയാം ചെയ്തു വെച്ചേക്കുന്നത്. ചുമ്മാ കുറെ പാട്ടാടി ശബ്ദമല്ല, സെറ്റ് സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി വരുമ്പോൾ ഒരു BGM-ഉം, അതേസമയം ഖുറേഷി എബ്രഹാം വരുമ്പോൾ വേറൊരു BGM-ഉം ഉണ്ട്. അതായത് ആ ഫൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശ്രദ്ധിച്ചാൽ മതി. ആ ഫൈറ്റ് സീൻസ് വരുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഖുറേഷി എബ്രഹാം വന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള BGM-ആണ് പോകുന്നത്. അത് കറക്റ്റ് ആ ഒരു കോസ്റ്റ്യൂം അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് അത് ബ്ലെൻഡായിട്ട് പോകുന്നുണ്ട്. അതെനിക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഖുറേഷി എബ്രഹാം എന്ന ആ ഒരു ക്യാരക്ടറിൽ വന്ന് ഫൈറ്റ് ചെയ്യുമ്പോഴും വേറൊരു BGM-ആണ് പോകുന്നത്. രണ്ടും എക്സ്ട്രാ ഓർഡിനറി സാധനമാണ്. കാരണം ആ ഒരു പർട്ടിക്കുലർ സീനിന് വേണ്ടി ചെയ്ത് കറക്റ്റ് ബ്ലെൻഡാക്കി വിട്ടിട്ടുണ്ട് ആ സാധനം. പിന്നെ റൈറ്റർ നമ്മുടെ മുരളി ഗോപിയാണെന്ന് അറിയാലോ. അപ്പോൾ അതിൻ്റെതായ പൊളിറ്റിക്സും കാര്യങ്ങളും എല്ലാം കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ട്. ലൂസിഫറിലായാലും നമുക്ക് കാണാം, അതിൽ കൃത്യമായ രാഷ്ട്രീയം എങ്ങനെയൊക്കെ വളച്ചൊടിക്കുന്ന എല്ലാ രീതിയും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിലും ഇനി ചിലപ്പോൾ മേ ബി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും. അറിയാലോ, പൃഥ്വിരാജ് ഇല്ലുമിനാറ്റി എന്നൊക്കെ ചുമ്മാ തട്ടി വിടുന്നുണ്ടല്ലോ, അതുപോലെ ആയിരിക്കാം മേ ബി. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിലെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വലിയ ബോംബുണ്ട്, അതിനെപ്പറ്റി അതിൽ പറയുന്നുണ്ട്. അത് ചെറിയൊരു സെന്റൻസ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്,
ബട്ട് അത് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ബോംബിന്റെ മണ്ടയിലാണ് ജീവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, നിങ്ങൾ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പിന്നെയും പറയുന്നു, ഭയങ്കര ഹൈപ്പിലാണ് ഈ മൂവി നിൽക്കുന്നത്. അപ്പം ഒരിക്കലും ആ ഹൈപ്പിനനുസരിച്ചുള്ള ആ ഒരു മാസ് സാധനം, അതായത് സിനിമ തുടങ്ങി അവസാനിക്കും വരെ മാസാണെന്ന് പ്രതീക്ഷിച്ച് പോകരുത്. ഞാൻ പിന്നെയും പറയുന്നു, ലാലേട്ടൻ ആകെ 40-45 ഈ സിനിമയിലുള്ളൂ. ആ സീനൊക്കെ വെറുത്താണ്. പിന്നെ എല്ലാവരും OTT തന്നെ പോയി കാണാൻ ശ്രമിക്കുക. സോറി, OTT അല്ല, തിയേറ്ററിൽ, മാറിപ്പോയി, തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ മസ്റ്റാണ്. പിന്നെ പറ്റുമെങ്കിൽ നല്ലൊരു ഫാൻസിൻ്റെ ഇടയിൽ തന്നെ ഇരുന്ന് കാണാൻ നോക്കുക. അത് വേറൊരു വൈബാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് OTT വരുമ്പോൾ നിങ്ങളെ കംഫർട്ട് സോണിൻ്റെ അകത്തിരുന്ന് കാണുന്നത് വേറെ ഫീലാണ്, തിയേറ്ററിൽ പോയി കാണുന്നത് വേറൊരു ഫീലാണ്. അതെങ്ങനെ പറഞ്ഞു തരാനാണ്? അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. കാരണം നിങ്ങളെ കംഫർട്ട് സോണിലാകുമ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നിങ്ങളുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കംഫർട്ട് സോണിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ പലതും നിങ്ങൾക്ക് എന്താണ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ അല്ല തിയേറ്ററിലോട്ട് പോകുമ്പോൾ പലതരം ഓഡിയൻസ് ആണ്. അപ്പം ഗൂസ്ബം മൂമെന്റ്സ് ഉണ്ടാകുമ്പോൾ അവർ എണീറ്റ് നിന്ന് വിളിക്കും. അത് നമുക്കൊരു എൻകറേജിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് എത്ര പേർക്ക് പറഞ്ഞാൽ അത് കണക്ട് ആവുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കരുത്. OTTയിൽ വരുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ വരും. ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കുറേ നാൾക്ക് ശേഷം നല്ലൊരു പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, BGMs ആയാലും ഷോർട്സ്, അത് എനിക്കറിയാം, ഞാൻ കുറേ തവണ റിപ്പീറ്റ് ചെയ്തതാണ്. ഷോർട്സ് അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം. എന്തോന്ന് സാധനം എടുത്ത് വെച്ചേക്കുന്ന. ആ ഫസ്റ്റ് ഒരു 40-45 മിനിറ്റ് ഫുള്ള് ഒരു ഇന്റർനാഷണൽ ലെവൽ ടച്ചിലാണ് സാധനം ചെയ്ത് വെച്ചേക്കുന്നത്. അത് പൃഥ്വിരാജ് പല ഇന്റർവ്യൂസിലും പറഞ്ഞത് തന്നെയാണ്. ഒറ്റ CGI ഷോട്ട്സും ഇങ്ങനെ പ്ലേസിന്റെ കാര്യത്തിൽ ഗ്രീൻ മാറ്റ് ഇട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റും. പോയി മസ്റ്റ് വാച്ച് സാധനമാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണുക. OTTയിൽ വരാൻ വെയിറ്റ് ചെയ്യരുത്. പിന്നെ ഈ സ്പോയിലർ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. കാരണം ഇന്നും ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പം ഇതിൽ കുറേ ക്യാമിയോ റോൾസ് അറിയാലോ, ഒരുപാട് സസ്പെൻസ് എലിമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് പുറത്ത് വന്ന് നിന്ന് ഭയങ്കര ഒച്ചത്തിലാണ് ഡിസ്കസ് ചെയ്യുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് അതിൽ ആരൊക്കെയാണ് ക്യാമിയോ ആയിട്ട് വരുന്നതെന്ന് വരെ അവർ പറയുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ പോയിരുന്ന് ഡിസ്കസ് ചെയ്യും. അവിടെ ഇരുന്ന് അതും ഉറക്കെ വിളിച്ച് പറയുന്നു. ഞാൻ അവരെ നിന്ന് ഒരു 10-20 അടി മാറിയാണ് നിന്നത്. എന്നിട്ട് വരെ ഞാൻ അത് കേട്ടു. അപ്പോൾ എത്രത്തോളം ഒച്ചത്തിലാണ് അവരത് സംസാരിക്കണം. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, ഒരു 4-5 പേരുമാണ്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് ക്യാമിയോ റോൾസ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതൊക്കെ ഉറക്കെ ഇരുന്ന് അങ്ങ് ഡിസ്കസ് ചെയ്യണം. എത്ര പറഞ്ഞാലും കേൾക്കൂല. അവരവരുടെ സമയം കളഞ്ഞു, പൈസയും കളഞ്ഞ് സിനിമ കണ്ടു. ഭയങ്കര സെൽഫിഷാണ് ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. സോ യെസ്, ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. വേണമെങ്കിൽ ക്യാമിയോ റോൾസിൽ വരുന്ന ആരാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നെന്ന് പറയുന്നത്